ഇന്ന് രാവിലെ എന്നെ ഇവിടുത്തെ ഒരു ഹെഡ് മിസ്സസ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെ പള്ളിയുടെ ഭാഗത്ത് തീ പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു. അങ്ങനെ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ വണ്ടി കാർപോർട്ടിലിട്ടിരുന്ന കാറും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പഴയ പള്ളിമേട അതും കത്തുന്നതായിട്ട് കണ്ടു. ഉടനെ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ നേരത്തെ തന്നെ ഫയർ എഞ്ചിൻ ആരോ പറഞ്ഞറിയിച്ച് ഫയർ എഞ്ചിൻ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നീട് കുറച്ച് സമയത്തെ പരിശ്രമത്തിന് ശേഷം തീ അണച്ചു. എന്തായാലും പഴയ പള്ളിമേടയും മുഴുവനായിട്ട് കത്തി നശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാറും മുഴുവനായിട്ട് കത്തി നശിച്ചിട്ടുണ്ട്. ഒരു 4:45 തുടങ്ങിയിട്ടുണ്ടാവുക. എനിക്ക് അറിവ് കിട്ടുന്നത് ഒരു 5:05 അതിനുമ്പോൾ അതിനെ കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതിലൂടെ പോയ ഒരു വഴിപോക്കനാണ് പറഞ്ഞ് വേറൊരു ടീച്ചറോട് പറഞ്ഞ് ടീച്ചറാണ് എന്നെ വിളിച്ച് ഇത് അറിയിക്കുന്നത്, ഇവിടെ കത്തി പിടിച്ചിട്ട് ആരും അറിയിക്കുന്നത്. ഒരു പള്ളിമേട മുഴുവനായിട്ട് കത്തിയിട്ടുണ്ട്. പിന്നെ അതിലുള്ള കുറേ വസ്തുക്കൾ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാറ്റഗിസം ഓഫീസ് അതിലെ ഫയലുകളും കാര്യങ്ങളൊക്കെ കത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കാറ് മുഴുവനായിട്ട് കത്തുന്നു. ഒരാൾ CCTV-യിൽ ഒരു മനുഷ്യൻ വന്ന് തീ ഇടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ അന്വേഷണം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ പേര് ഫാദർ ആൻ്റണി പാല്യത്തറ. അതായത് പള്ളിയോട് ചേർന്നുള്ള പണ്ടുകാലത്തെ അച്ഛന്മാർ താമസിച്ചിരുന്ന മേട, അതിനാണ് തീ പിടിച്ചത്. അപ്പോൾ ആ മേടയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മതബോധന വിഭാഗത്തിൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നു, അവരുടെ ഫയല് കാര്യങ്ങൾ. പിന്നെ അതോടൊപ്പം തന്നെ പള്ളിയിൽ ഉപയോഗിച്ചിരുന്ന പെരുന്നാളിന് ഉപയോഗിക്കുന്ന രൂപക്കൂടുകൾ, അതിനോടനുബന്ധിച്ചുള്ള പെരുന്നാളിൻ്റെ കുറേ സാധനങ്ങൾ എല്ലാവരും നമ്മൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമായിരുന്നു. അതൊരു മേടയായിരുന്നു പണ്ട്. ആ മേടയ്ക്കാണ് തീ പിടിച്ചത്. അപ്പോൾ അത് വളരെ നിർഭാഗ്യകരമായി പോയി. കൂടുതൽ തീ പടർന്നെങ്കിൽ പള്ളിക്കും കൂടെ ബാധിക്കുമായിരുന്നു. അതെന്തോ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിക്കാതെ ഈ ഭാഗം മാത്രമായിട്ട് കത്തി നശിക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പള്ളിയുടെ വികാരിയച്ഛൻ്റെ കാറിനും തീ പിടിച്ചു. കാറും കംപ്ലീറ്റ് കത്തി നശിച്ചു. അതും ടോട്ടൽ ലോസിലേക്ക് വരുന്ന രീതിയിലായി പോയിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ സെക്യൂരിറ്റി ഇല്ല, പള്ളിയിലെ ഫാദർ മാത്രമേ ഉണ്ടാവാറുള്ളൂ. എന്നാൽ വൈകുന്നേരത്തിൽ ഒരു 7 മണി 8 മണി വരെയൊക്കെ ഇവിടുത്തെ പള്ളിയിലെ ആൾക്കാരും കപ്പിയാരും ഒക്കെ ഉണ്ടാവാറുണ്ട്. പള്ളിയിലെ കാര്യങ്ങളെല്ലാം ചെയ്യും. CCTV ദൃശ്യം കിട്ടും. ആളെ പരിചയമുള്ള ആളൊന്നുമില്ല, എന്താണ് ആരാണെന്നൊന്നും കണ്ടറിയാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ അടുത്ത വീട്ടിലെ ആ ക്യാമറ വഴി അതിൻ്റെ അകത്തുനിന്ന് ആള് ഇറങ്ങി പോകുന്ന രൂപങ്ങളും എല്ലാ സംഭവം ഇവിടെ തീ പിടിക്കുന്നതും പുക വരുന്നതും എല്ലാം ആ TV-യിലൂടെ കണ്ടിട്ടുണ്ട്. അതെല്ലാം എനിക്ക് ആ വീട്ടുകാർ ഞങ്ങൾക്ക് തന്നു, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ആ ചാനലുകാർക്കൊക്കെ. തീ പിടിക്കുന്ന ഇവിടെ ആദ്യമായിട്ടാണ്. പക്ഷേ ഇതിനു മുമ്പ് ഇവിടെ കള്ളന്മാർ വരാറുണ്ടായിരുന്നു. അവർ ഇറച്ചിപ്പെട്ടി പൊളിക്കാറും പൈസ കൊണ്ടുപോകാറും അങ്ങനെ ഉള്ള ആൾക്കാർ ഇതിനു മുമ്പും പല പ്രാവശ്യങ്ങളിൽ ഇവിടെ വന്നിട്ടുണ്ട്.